വീട്ടിലുണ്ടായ ആത്തച്ചക്ക നന്നായിട്ട് പഴുത്തു. അതിനിടയ്ക്കൊരു കോമഡി ഉണ്ടായിട്ടോ. ഇതേ ഇത് ഞാൻ പറയുന്നില്ല. ഒരാൾ നക്കി വെച്ചിരിക്കുന്നത് അറിയാണ്ട് ഞാൻ എടുത്തൊന്നു വായിലിട്ടൊന്ന് കടിച്ചീമ്പി. എങ്ങനെയുണ്ട്? ഇതും വീട്ടിലുണ്ടായ കപ്പയ്ക്ക. അപ്പം ശരി, എന്നാ കൊണ്ടുപോയിക്കോ, ഞാൻ തുടങ്ങാൻ പോവാണ്. അതായത് സ്പൂൺ ഏതാ? ഇതിങ്ങനെ എടുത്ത് ഫോൺ പിടിച്ചുകൊണ്ട് പറ്റില്ല, രണ്ടും കൂടി പറ്റില്ല. അത് കാണിച്ചില്ല. സ്പൂണിലിങ്ങനെ കോരിയെടുത്ത് ഇനി തിന്ന് കഴിഞ്ഞിട്ട് കാണിക്കട്ടാ. കോരിയെടുത്തു. അവിയലും കൊള്ളിപ്പേരും കൂട്ടി നല്ല കുത്തരി കഴിഞ്ഞ് കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ആ വയറ്റിലേക്കാണ് ഇനി ആത്തച്ചക്കയും ഈ കപ്പയ്ക്കയും കൊണ്ടിടാൻ പോണത്. കപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ പപ്പായ. ഒരു കൂട്ടർ കപ്പളങ്ങ, ഒരു കൂട്ടർ ഓമയ്ക്ക, കർമൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ കപ്പയ്ക്ക എന്ന് പറയും. ഒരു മണിയെ പോയാ രണ്ടാൾ സ്പൂൺ കൊണ്ട് വടിച്ച് തിന്ന ഇതിൻ്റെ തൊലി കണ്ട കാണുന്നത്. ഇവിടെ ഒരാൾ തൊലി തിന്നാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. തൊലിയുടെ അപ്പുറം കൂടി കാണാം. ഞാൻ അത്ര പിശിക്കില്ല, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇനി ചേർത്ത് ഇനി കപ്പയ്ക്ക് തുടങ്ങണം. ഇത് മൂത്ത് ഇടാൻ പാകത്തിനായിട്ടാ പഴുപ്പ് പിടിക്കാൻ. അയ്യോ, ആദച്ചക്ക തിന്നായിട്ടേ കപ്പയ്ക്ക് തിന്നുമ്പോഴേ മധുരില്ല. അപ്പം ശരി.